ഏകദേശം ഈ അപകടം നടക്കുന്ന സമയത്ത് 7ഓളം തൊഴിലാളികൾ ഈ സംഭവ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നു. അതിൽ 5 പേരാണ് ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയത്. അതിൽ 2 പേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ 5 പേരെ ഉടനെ തന്നെ രക്ഷപ്പെടുത്തി രക്ഷാപ്രവർത്തനം തൊട്ടടുത്തുണ്ടായിരുന്ന തൊഴിലാളികൾ രക്ഷാപ്രവർത്തനം നടത്തി തൊട്ടടുത്ത സമീപത്തുണ്ടായിരുന്ന കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും 3 പേർ മരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. 3 പേരുടെ മരണം ഇപ്പോൾ ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതീവ ദാരുണമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അഷറഫ്, ജബ്ബാർ, ബഷീർ എന്നിവരാണ് 3 പേർ മരിച്ചത്. ഇതിൽ അഷറഫ്, ജബ്ബാർ ഈ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരം. ജബ്ബാർ അല്പസമയം മുമ്പാണ് ജബ്ബാറിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റ് 2 തൊഴിലാളികളിൽ അതിൽ വിനോദ് എന്ന വ്യക്തിക്ക് അതീവ ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അല്പസമയം മുമ്പാണ് മാറ്റിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മറ്റൊരാൾ ഈ ആശുപത്രിയിൽ ഇവിടെ തന്നെ തുടരുന്നുണ്ട്. എന്നാൽ ആ തൊഴിലാളിയുടെ പരിക്ക് ഗുരുതരമല്ല എന്ന നിസ്സാര പരിക്കോടെ രക്ഷപ്പെട്ടിരിക്കുന്നു. തൊഴിലാളി അല്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കളെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ബന്ധുക്കൾ ഇവിടെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അവർ ആ വേർപാടിൻ്റെ വേദനയിൽ നമുക്കത് എത്രത്തോളം എങ്ങനെ അവരെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ മറ്റുള്ളവർ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാൻ സാധിക്കും. ഈ ഒരു അപകടം വളരെ പെട്ടെന്നായിരുന്നു. മാത്രമല്ല വലിയങ്ങാടിയിലെ ഒരു കെട്ടിടം, അവിടെ ഒട്ടനവധി കെട്ടിടങ്ങൾ ഇത്തരത്തിലുണ്ട്. വളരെയധികം ചരിത്ര പശ്ചാത്തലമൊക്കെയുള്ളൊരു സ്ഥലമാണ്. അവിടെ ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു ഇടമാണ് വലിയങ്ങാടി എന്ന് പറയുന്നത്. അവിടെ ഇത്തരത്തിൽ ജീർണിച്ച ഒട്ടനവധി കെട്ടിടങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ മഴ ആ ഭാഗത്ത് ഒക്കെ ഉണ്ടായതാണ്. അപ്പോൾ ഈ മഴ പെയ്തിട്ട് ഇത് കെട്ടിടം മഴ പെയ്തത് മൂലമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നതടക്കമുള്ള സംശയമെല്ലാം ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു. എന്നാൽ പോലും തൊഴിലാളികൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കാലങ്ങളായിട്ട് വർഷങ്ങളുടെ പഴക്കമുള്ളൊരു കെട്ടിടമാണത്. അത് ആദ്യം തന്നെ ദ്രവിച്ച നിലയിൽ തന്നെയാണ്, ഇടിഞ്ഞു വീഴാതായ അവസ്ഥയിലാണ്. അവിടെയാണ് ഇത്തരത്തിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു അനാസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊരു കെട്ടിടം അവിടെ പ്രവർത്തിക്കുമ്പോൾ, ഇത്രയധികം തൊഴിലാളികൾ പ്രവർത്തിക്കുമ്പോൾ അവരുടെ സുരക്ഷാ മുന്നൊരുക്കങ്ങളൊന്നും തന്നെ അവർ ശ്രദ്ധിച്ചിരുന്നില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഈ സംഭവത്തിൽ ഉയരുന്നുണ്ട്. ഇവനും ഇതിൻ്റെ അമ്മയുടെ മോനാണ്. ഇവർ ഒന്നിച്ച് വർക്കുന്നവര്. കാലപ്പഴക്കുള്ള കെട്ടിടാണ്. കുറെ വർഷങ്ങളുള്ള കെട്ടിടാണ്. ജബ്ബാർ കുറെ വർഷമായി അവിടെ ജോലി ചെയ്യും. കുറെ വർഷമായി. എത്ര വർഷമായി ഉണ്ടാവും? 85-84 വന്നിട്ടുണ്ടാവും.